ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നല്ല പെരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, നല്ല മഴയാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കുള്ള മഷ്റൂം ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി ചെറുതായി പെട്ടെന്ന് പറഞ്ഞുതരാം. അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് പെരിഞ്ജീരകം ഇട്ടു. പെരിഞ്ജീരകം മീൻസ് വലിയ ജീരകം ഇട്ടു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൊക്കെ കൂടെ അരച്ചത് അതിലേക്ക് ചേർത്തോട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച മണം പോകണം കേട്ടോ, അതുവരെ ഇളക്കി കൊടുക്കുക. പിന്നെ പേപ്പർ പൊടി, ഗരം മസാല പൊടി ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് സവാളയും ചെറിയുള്ളിയും കൂടെ, ചെറിയുള്ളി കൂടുതൽ എടുക്കുക, സവാള കുറച്ചെടുക്കുക. തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായി നന്നായി വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഗ്രേവി രൂപത്തിലാക്കുക കേട്ടോ. അപ്പുറത്ത് നമ്മൾ മഷ്റൂം നന്നായി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ കഴുകി വയ്ക്കണം. എന്നിട്ട് അതിന് ശേഷം എന്താ അവിടെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ആരും കൊണ്ടുവന്നു ചോദിച്ചാൽ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇതാ ചോക്ലേറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്, കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ മഷ്റൂം ഗ്രേവിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. മഷ്റൂം നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. നന്നായി ഗ്രേവി ആയതിനു ശേഷം അതിലേക്ക് കഴുകി വെച്ച മഷ്റൂം നമുക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂം നല്ല വേവണം, നല്ല വെന്തിട്ടേ മഷ്റൂം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വയറുവേദന എടുക്കും. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് മിക്കവാറും കൂടുതൽ മഷ്റൂം വാങ്ങാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ വേറൊരു മഷ്റൂം, ഒട്ട് പോലെയുള്ളൊരു മഷ്റൂം, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്തതിന് ശേഷം നമുക്ക് ചോറിനൂടെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, വേറെ ഒരു കറിൻ്റെ